ഗർഭമുള്ള സ്ത്രീകള് നോമ്പ് ഒഴിവാക്കിയാല് ഖളാ വീട്ടിയാൽ മാത്രം മതിയോ? ഇവിടെ ഒരൽപ്പം വിശദീകരിക്കേണ്ടതുണ്ട്. ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ, അവർ സ്വന്തം ശരീരത്തിൻ്റെ കാര്യം വേണ്ടി നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ഖളാ വീട്ടിയാൽ മതി. രണ്ടാളുടെയും ആവശ്യത്തിന് വേണ്ടിയായാലും ഖളാ വീട്ടിയാൽ മതി. അപ്പോൾ ഗർഭിണിയായ സ്ത്രീക്ക് നോമ്പ് പിടിച്ചാൽ അവൾക്ക് ക്ഷീണം സംഭവിക്കും. അവളെ സ്വന്തം കാര്യമാണ്, കുട്ടീൻ്റെ പ്രശ്നം അത് വരുന്നില്ല. മുലയൂട്ടുന്ന പെണ്ണ് നോമ്പ് ഒഴിവാക്കിയത് അവളെ കാര്യത്തിന് വേണ്ടിയാണ് എങ്കിലും അവിടെ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. ഇനി ആ കുട്ടിൻ്റെ കാര്യം കൂടി പരിഗണിക്കുന്നു. ഗർഭിണിയായ സ്ത്രീ ഗർഭശിശുവിൻ്റെ കാര്യത്തിന് വേണ്ടിയും തനിക്ക് വേണ്ടിയും കൂടിയാണ് നോമ്പ് ഒഴിവാക്കിയത്. അതല്ലെങ്കിൽ മുലയൂട്ടുന്ന പെണ്ണ് ആ പെണ്ണിന് വേണ്ടിയും തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുമാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിലും ഖളാ വീട്ടിയാൽ മതി. കുട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം പരിഗണിച്ചിട്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഒരു മുദ്ദ് അരി കൊടുക്കുകയും വേണം. കുഞ്ഞിൻ്റെ കാര്യം മാത്രം പരിഗണിച്ചിട്ട് ഒരു ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയാൽ നോമ്പ് ഖളാ വീട്ടുകയും പിന്നെ അതിന് ഒരു മുദ്ദ് അരി കൊടുക്കുകയും വേണം. ഇരട്ട കുട്ടികളാണെങ്കിലും ഒരു മുദ്ദ് മതി. ഖളാ വീട്ടാനുള്ള സമയം കിട്ടി, പക്ഷെ അയാൾ ഖളാ വീട്ടില്ല, ഇങ്ങനെ മരിച്ചാലോ? ഇങ്ങനത്തെ ഒരു വേളയിൽ ആരും ആ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. കാരണം മുഖേനയാണ് റമദാൻ നോമ്പ് നഷ്ടപ്പെട്ടത്. ആ നോമ്പ് ഖളാ വീട്ടാൻ സാധിക്കും മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു, ആ റമദാനിൽ തന്നെ മരിച്ചു. ഇങ്ങനെ നോമ്പ് ഖളാ വീട്ടാൻ സൗകര്യപ്പെടും മുമ്പ് മരണപ്പെട്ടാൽ ആ നോമ്പ് ഒരാളും ഖളാ വീട്ടേണ്ടതില്ല. അതിന് ഫിദിയയും അരിയും നൽകേണ്ടതില്ല. കാരണം കൂടാതെ നോമ്പ് നഷ്ടപ്പെട്ടതാണെങ്കിൽ, ഒരു ആവശ്യം കൂടാതെ നോമ്പ് ഒഴിവാക്കി അദ്ദേഹം, അങ്ങനെ ആണെങ്കിൽ ആ നോമ്പ് വേഗത്തിൽ ഖളാ വീട്ടണം. അത് നിർബന്ധം. കാരണത്തോടുകൂടി ഖളാതാണെങ്കിൽ വേഗം ഖളാ വീട്ടേണ്ടതില്ല. മുമ്പ് പറഞ്ഞു അടുത്ത റമദാനിൻ്റെ മുമ്പ് മതി. കാരണം കൂടാതെ മടിയായി ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ അദ്ദേഹം വേഗത്തിൽ അത് ഖളാ വീട്ടേണ്ടിയിരുന്നു. അങ്ങനെ ഖളാ വീട്ട നിർബന്ധ അദ്ദേഹം ഖളാ വീട്ടാതെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ നോമ്പിന് പകരം ഒരു നോമ്പിന് ഒരു മുദ്ദ് നിനക്ക് രക്ഷാകർത്താവ് ഫക്കീറിനോ മിസ്കീനോ അരി വിതരണം ചെയ്യണം. കൊല്ലങ്ങൾ ഇങ്ങനെ വർദ്ധിക്കും തോറും ആ മുദ്ദിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കാരണം കൊണ്ടല്ല നോമ്പ് ഖളാ ആയത്, ഒരു കാരണം കൂടാതെയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ ആ വ്യക്തിക്ക് എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് അത്രയും ഒരു നോമ്പിന് 600 ഗ്രാം അരി, അതാണ് ഒരു മുദ്ദ് എന്ന നിലക്ക് ഫക്കീറിനോ മിസ്കീനക്കോ രക്ഷാകർത്താവ് ഫിദിയ നൽകണം. അതിനൊരു ആ നോമ്പിന് പകരമായി നൽകണം. ഫിദിയ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, ഒരു നോമ്പിന് എത്രയാണ് ഫിദിയ? ഒരു നോമ്പിന് ഒരു മുദ്ദ്, അത് 600 ഗ്രാം, അതാണ് അതിൻ്റെ ഫിദിയ. മാറാത്ത രോഗം അല്ലെങ്കിൽ വാർദ്ധക്യം, ഇതുകൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് പകരമായിട്ട് മറ്റൊരാൾക്ക് നോമ്പ് നോറ്റുകൂടെ? അത് പറ്റില്ല. മാറാ രോഗിയാണ് അല്ലെങ്കിൽ വാർദ്ധക്യ സംബന്ധമായ രോഗമാണ്. ഇവർക്ക് ആദ്യമേ നോമ്പ് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പകരം വേറെ ആൾ നോറ്റാൻ പറ്റൂല. അതേസമയം അവർക്ക് നിർബന്ധം ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന നിലക്കുള്ള ഒരു ഫിദിയയാണ് നിർബന്ധമുള്ളത്. അപ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു മാസം ഒരു വ്യക്തി നോമ്പ് ഒഴിവാക്കിയാൽ ഒരു 600 ഗ്രാം 18 കിലോ അരി. ആ 18 കിലോ അരിയാണ് ഈ മാറാ രോഗിക്ക് നിർബന്ധം. നോമ്പ് ആദ്യമേ നിർബന്ധമില്ല. പിന്നെ രോഗം സുഖപ്പെട്ടാലും നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. ഈ മുദ്ദുകൾ കൊടുക്കേണ്ടത് ഇപ്പം നാളത്തെ നോമ്പിന് ഇന്ന് രാത്രി വേണമെങ്കിൽ കൊടുക്കാം. മുൻകൂട്ടി കുറേ ദിവസം മുമ്പ് കൊടുത്തു വെക്കാൻ പറ്റൂല. അല്ലെങ്കിൽ എല്ലാ നോമ്പിനും കൂടിയിട്ട് ഒന്നായിട്ടും കൊടുക്കാം. ഒരു മാസത്തെ 30 നോമ്പിന് 18 കിലോ അരി കൊടുത്താൽ അദ്ദേഹത്തിന് കടമ തീർന്നു. ഈ മുദ്ദുകൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഈ മുദ്ദുകൾ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട 8 വിഭാഗങ്ങളിൽ ഫക്കീർ, മിസ്കീൻ, ഏറ്റവും പാവപ്പെട്ടവരായി വരും. ഈ ഫക്കീർ, മിസ്കീൻ എന്ന ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ.
മറ്റ് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട വിഭാഗത്തിനൊന്നും കൊടുക്കാൻ പറ്റൂല. 10 കൊല്ലം മുമ്പ് ഒരാൾക്ക് ഒരു നോമ്പ് കളായിപ്പോയി. ഇപ്പോഴത് കളാ വിട്ടാൻ ഉദ്ദേശിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര മുദ്ദ് കൊടുക്കണം? ആ നോമ്പൊക്കെ കളാ കൂട്ടണം. എന്നിട്ട് 10 കൊല്ലം മുമ്പുള്ള നോമ്പായത് കൊണ്ട് ഒരു നോമ്പിന് 10 മുദ്ദ് ഫിദിയ കൊടുക്കണം. നോമ്പ് കളാ വീട്ടണം. പിന്നെ ഒരു നോമ്പിന് 10 കൊല്ലായത് കൊണ്ട് 10 മുദ്ദും കൊടുക്കണം. ആ നോമ്പ് കളാ വീട്ടുന്നില്ലെങ്കിൽ 11 മുദ്ദ് കൊടുക്കണം. ഈ മിഅ്റാജ് ദിവസത്തിലും ബറാഅത്ത് ദിവസത്തിലും ഒക്കെ നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ? അതെ, മിഅ്റാജ് ദിവസം റജബ് 27-ാം ദിവസമാണ്. അന്ന് നോമ്പ് പിടിക്കൽ സുന്നത്താണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബാജൂരി തങ്ങൾ തൻ്റെ ബാജൂരിയിലും അതുപോലെ തന്നെ ഇയാനത്തു ത്വാലിബീനിൽ അസ്സീൽ ബക്രി തങ്ങളും എല്ലാം മിഅ്റാജ് നോമ്പ് സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ബറാത്തിൻ നോമ്പ് സുന്നത്താണ് ഇമാം റംലിയൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. മിഅ്റാജിൻ്റെ നോമ്പും ബറാത്ത് നോമ്പും അഥവാ ശഅബാൻ 15-ന്റെ പകയിൽ നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ്. മക്കയിൽ അറഫ നടക്കുന്ന ആ ദിവസമല്ല ശരിക്ക് നമ്മൾ അറഫ നോമ്പ് പിടിക്കേണ്ടത്? അല്ല, അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് എന്നാണ്. ദുൽഹിജ്ജ 9 നമുക്ക് എന്നാണോ അന്നാണ് നമുക്ക് അറഫ നോമ്പ്. അത് മക്കയിൽ അന്ന് അറഫയാണോ അല്ലേ എന്ന് നാം നോക്കേണ്ടതില്ല. ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് അറഫ നോമ്പിന്റെ സുന്നത്തുള്ളത്. മുഹറം 1 മുതൽക്ക് തന്നെ നോമ്പെടുക്കൽ സുന്നത്താണോ? മുഹറം മാസം 1 മുതൽ 10 വരെ നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ്. 9-നും 10-നും പ്രത്യേക സുന്നത്താണ്. ആ മാസം മുഴുക്ക നോമ്പെടുക്കൽ തന്നെ സുന്നത്തുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫതാവൽ കുബ്രയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തറാവി നിസ്കാരം എത്ര റക്അത്താ? തറാവിഹ് നിസ്കാരം 20 റക്അത്താണെന്ന് 4 മദ്ഹബിൻ്റെ ഇമാമികളും ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടതാണ്. അതായത് അത് ഇജ്മാ ആണ്. ലോക മുസ്ലിങ്ങളുടെ ഇജ്മാ ആണ് തറാവി നിസ്കാരം 20 റക്അത്തുണ്ട് എന്നുള്ളത്. അതിനെതിരെയുള്ള ശബ്ദം അത് തെളിവിൻ്റെ അഭാവത്തിലുള്ള ഒരു പുത്തൻ ശബ്ദം മാത്രമാണ്. 4 ഇമാമിയങ്ങളും മദ്ഹബിൻ്റെ 4 ഇമാമിയങ്ങളും ഒരു കാര്യത്തിൽ ഏകോപിച്ചാൽ പിന്നെ അതിനെതിരുള്ള വിശ്വാസം പിഴച്ച വിശ്വാസമാണ്. അത് ബിദഅത്തായ ഒരു കാര്യമാണ്. അപ്പോൾ 20 റക്അത്താകുന്നു എന്ന് ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടതാണ് തറാവിഹി നിസ്കാരം. അത് 10 സലാമോട് കൂടി ഓരോ 2 റക്അത്തിനും സലാം വീട്ടിയിട്ട് തന്നെ നിസ്കരിക്കുകയും വേണം. ഈ 20 എന്ന വിശ്വാസത്തോടു കൂടിയല്ലാതെ ഒരാൾ 8 നിസ്കരിച്ചാൽ അവൻ തറാവിൻ്റെ പ്രതിഫലം കിട്ടൂല. 10 റക്അത്ത് നിസ്കരിച്ചാലും പ്രതിഫലം കിട്ടൂല. 20 എന്ന വിശ്വാസത്തോടു കൂടി തന്നെ അവൻ തറാവി നിസ്കരിക്കണം. ആ വിശ്വാസത്തോടു കൂടി 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ നിസ്കരിച്ചതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ തറാവി നിസ്കാരം 20 റക്അത്താണ്. ഇത് ഖണ്ഡിത പ്രമാണമാകുന്ന ഇജ്മാ മുഖേന സ്ഥിരപ്പെട്ടതും കൂടിയാണ്. തറാവീഹ് 8 റക്അത്താണ് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അതിന് വല്ല രേഖയും ഉണ്ടോ? സ്വഹീയായ ഒരു രേഖയും അതിനില്ല. സ്വഹീയായി സ്ഥിരപ്പെട്ട ഒരൊറ്റ രേഖയും 8 റക്അത്തിനില്ല. ദുർബലമായ ഹദീസുകൾ മുഖേന 8 തോന്നിപ്പിക്കുന്ന ഹദീസ് കാണാം. അതുപോലെ 20 അറിയിക്കുന്ന ഹദീസും കാണാം. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഹദീസ് മുഖേന റക്അത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. 20 ഹദീസ് മുഖേന നമുക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. 8 സ്ഥിരപ്പെട്ടിട്ടില്ല. 2 വിഷയത്തിലും ലഈഫായ തെളിവിന് പറ്റാത്ത ദുർബലമായ ഹദീസുകളുണ്ട്. അത് സ്വീകാര്യമില്ല. പിന്നെ നമുക്കവിടെ രേഖ ഈ സാധാ ഒരു ഹദീസിനേക്കാളും പവറുള്ള പ്രമാണമാണ് ഇജ്മാ എന്നുള്ളത് 4 മദ്ഹബിന് ഇമാമിന് ഏകകണ്ഠമായ അഭിപ്രായം. അത്ര പവർ ഹദീസിന് സാധാ ഹദീസിനിക്കില്ല, ഖബർ വാഹിദിനിക്കില്ല. ഇങ്ങനെ ഇജ്മാ മുഖേന സ്ഥിരപ്പെട്ടതാണ് 20 റക്അത്ത് എന്നുള്ളത്. 8 എന്ന് ആധികാരികമായി രേഖ പറയുന്നില്ല. എത്രത്തോളം വഹാബികൾ അവർ നേതാവായി പറയുന്ന ഇബ്നു തീമിയ വരെ തറാവി 20 റക്അത്താകുന്നു ഖണ്ഡിതമായി സ്ഥിരപ്പെടുത്തി തൻ്റെ ഫത്താവ ഇബ്നു തീമിയ പറഞ്ഞിട്ടുണ്ട്. തറാവീഹ് ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമോ?
തറാവിഹ് നിസ്കാരം ഒറ്റക്കായും നിസ്കരിക്കാം, ജമാഅത്തായും നിസ്കരിക്കാം. അത് സുന്നത്തായ നിസ്കാരമാണ്. ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷം സുബ്ഹി വരെയാകുന്നു അതിൻ്റെ ടൈം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായി നിർവഹിച്ചു 3 ദിവസങ്ങളിൽ മാത്രം. റമദാൻ 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്. ഈ 3 രാത്രികളിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് ജമാഅത്തായി മദീന പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുള്ളൂ. 4-ാമത്തെ രാത്രി നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ സഹാബത്ത് അവിടെ പള്ളിയിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് ഇത് സഹാബത്തിൻ്റെ ആവേശം കണ്ടപ്പോൾ ഈ തറാവി ഫർലാക്കപ്പെടുമോ എന്ന ഭയമുള്ളത് കൊണ്ട് നബി പള്ളിയിലേക്ക് തന്നെ വന്നിട്ടില്ല. അപ്പം നബി ജമാഅത്തായി മദീന പള്ളി നിസ്കരിച്ചു. പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല കാലത്താണ് ഇന്ന് നടക്കുന്ന രീതിയിൽ തുടർച്ചയായ സ്ഥിരമായ ജമാഅത്തുള്ളത്. ഒറ്റക്കും നിസ്കരിക്കാവുന്നതാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 10 മടങ്ങ് 27 ദറജ പ്രതിഫലം ലഭിക്കും എന്ന കാര്യം നാം മറക്കാൻ പാടില്ല. ഇത് ഖളാ ആയാൽ പിന്നെ ഖളാ വീട്ടാൻ പറ്റുമോ? ഖളാ ആയാൽ ഖളാ വീട്ടൽ സുന്നത്താണ്. സുന്നത്ത് നിസ്കാരത്തിൽ ഉള്ള ഖളാ ആയ നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ പറ്റും. അത് തറാവിയും പെടും. സ്ത്രീകൾക്ക് തറാവി നിസ്കാരം സുന്നത്തുണ്ടോ? പുരുഷന്മാരെ പോലെ തന്നെ തറാവി നിസ്കാരം സ്ത്രീകൾക്കും സുന്നത്താണ്. തറാവീഹിനെ എങ്ങനെയാണ് നിയ്യത്ത് വെക്കല്? തറാവീഹിയുടെ നിയ്യത്ത് ഉസ്വല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി ലില്ലാഹി തആല മഅൽ ഇമാമി. തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം ഇമാമോട് കൂടെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നിയ്യത്ത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അവിടെ മഅൽ ഇമാമി ഇമാമോട് കൂടെ എന്ന് വേണ്ട എന്ന് മാത്രം. ഈ നിയ്യത്ത് ഓരോ 2 റക്അത്തിലും മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. നാവുകൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തും ഉണ്ട്. സ്ത്രീകൾക്ക് പുരുഷൻ ഇമാം നിൽക്കാൻ പറ്റുമോ? മഅ്മൂമികളാകുന്ന സ്ത്രീകൾക്ക് പുരുഷൻ ഇമാം നിൽക്കാവുന്നതാണ്. അതാണ് ഉത്തമവും. പുരുഷൻ ഇമാം നിൽക്കാവുന്നതാണ്. അത് നല്ല കാര്യവുമാണ്. തറാവി നിസ്കാരത്തിന്റെ ഇടയിൽ മറ്റു നിസ്കാരം കൊണ്ട് വേർപിരിക്കാൻ പറ്റുമോ? തറാവി നിസ്കാരത്തിൻ്റെ ഇടയിൽ മറ്റു നിസ്കാരം കൊണ്ട് പിരിക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പം തറാവി നിസ്കരിച്ചു കൊണ്ടിരിക്കുക പൂർത്തിയാക്കും മുമ്പ് വിത്ർ നിസ്കരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിസ്കാരം നിസ്കരിക്കുക. അതുകൊണ്ട് തറാവിക്ക് തകരാറൊന്നുമില്ല. എങ്കിലും അങ്ങനെ പിരിക്കാതെ തറാവി തന്നെ തുടർച്ച 20 റക്അത്ത് നിസ്കരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇക്കാര്യം ബിഗയയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുത്തൻവാദികളായ ഇമാമുകളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പുത്തൻവാദികളെ തുടർന്ന് നിസ്കരിക്കൽ തറാവി നിസ്കാരത്തിൽ എന്നല്ല ഏത് നിസ്കാരത്തിലും അത് ശക്തമായ കറാഹത്താണ്. അപ്പോൾ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. തറാവീഹ് 20-ൽ താഴെ റക്അത്ത് നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടുമോ? 20 റക്അത്താകുന്നു തറാവി എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി അതിൽ താഴെ നിസ്കരിച്ചാൽ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും. തറാവി എന്ന് നിൽക്കുന്നതിന് കൂലി ലഭിക്കുകയും ചെയ്യും. അത് ലഭിക്കണമെങ്കിൽ 20 റക്അത്ത് എന്ന വിശ്വാസം വേണം. 8 റക്അത്ത് എന്ന വിശ്വാസത്തോടു കൂടി നിസ്കരിച്ചാൽ പ്രതിഫലം ലഭിക്കില്ല. ഫർള നിസ്കാരം ഖളാ ഉള്ള ആൾക്കാർക്ക് തറാവി നിസ്കരിക്കാൻ പാടുണ്ടോ? ഫർള് നിസ്കാരം ഖളാ ഉള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമായ സമയം ഒഴിച്ച് ബാക്കി എല്ലാ ടൈമുകളും ഖളാ ഉള്ള നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി നീക്കി വെക്കൽ നിർബന്ധമാണ്. വളരെ അത്യാവശ്യമായ അദ്ദേഹത്തിൻ്റെതായ ജോലിക്ക് പോകാനുള്ള സമയം, അതുപോലെ തിന്നാൻ കുടിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ മുഖ്യമായ ടൈമല്ലാത്ത എല്ലാ ടൈമും മാറ്റി വെക്കണം ഫർള് നിസ്കരിക്കാം. അപ്പോൾ ആ വ്യക്തി തറാവി നിസ്കരിക്കാൻ, തറാവി എന്നല്ല സുന്നത്ത് ഒരൊറ്റ കർമ്മം ചെയ്യാൻ പാടില്ല. അപ്പോൾ തറാവി നിസ്കരിക്കുകയല്ല വേണ്ടത്. ആ സമയത്തും കൂടി നഷ്ടപ്പെട്ട ഫർള് നിസ്കാരം ഖളാ വീട്ടുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. ഈ തറാവീഹ് വിത്ർ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാം. ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹിന് മുമ്പ് എപ്പോഴും നിസ്കരിക്കാം. വിത്തറിന് മുമ്പ് നിസ്കരിക്കാം, ശേഷവും നിസ്കരിക്കാവുന്നതാണ്. തറാവീഹ് നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോവൽ അനുവദനീയമാണോ? സാധാ നിസ്കാരത്തിൽ ജുമാക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകാൻ പറ്റുമോ പറ്റില്ലേ? അതേ നിയമമാണ് ഇവിടെയും ഉള്ളത്. തറാവിക്കാറ്റ് പ്രത്യേകമായ നിയമം സ്ത്രീകൾക്ക് ഇവിടെ ഇല്ല.
സാധാ നിസ്കാരത്തിൽ ഉള്ള നിയമം നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്.